ഹലോ എവരി വൺ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഡെയിലി മെഡിറ്റേഷൻ സീരീസിൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന് അല്ലേ? അപ്പം മെഡിറ്റേഷൻ നമ്മളിതിൽ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത്, അതായത് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ മോർണിംഗ് മെഡിറ്റേഷൻ വെച്ചിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ മോർണിംഗ് വെച്ചിട്ടുള്ള മെഡിറ്റേഷൻ്റെ നോർമലി നമ്മൾ കേൾക്കുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ബേസിക് ലെവലിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങും എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് തീർക്കണം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പം എല്ലാവരും സെറ്റായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കയ്യിലോ അല്ലെങ്കിൽ ഇരിക്കുന്നിടത്തോ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ സ്പൈന്, നട്ടെല്ല് നിവർത്തിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ആൻഡ് സ്ലോലി മെല്ലെ നിങ്ങളെ കണ്ണുകൾ അടക്കാം. ഇതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും. മെഡിറ്റേഷൻ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, മെഡിറ്റേഷൻ ചെയ്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. മെഡിറ്റേഷൻ ചെയ്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണെങ്കിലും മെഡിറ്റേഷൻ ഇതുവരെ ചെയ്യാത്ത ആളുകളാണെങ്കിലും ഞാനൊരു പുതിയ ഒരു എക്സ്പീരിയൻസിലേക്ക് പോവാണെന്നുള്ളൊരു ഇൻറ്റൻഷൻ പതിയെ നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡിൽ കൊടുക്കാം. ഞാനൊരു പുതിയ എക്സ്പീരിയൻസ് എൻ്റെ മനസ്സിന് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണെന്നുള്ളൊരു ഇൻറ്റൻഷൻ നിങ്ങളെ മനസ്സിനോട് പറയാം, മനസ്സിൽ കരുതാം. വെരി ഗുഡ്. ആൻഡ് സ്ലോലി നിങ്ങളെ കണ്ണടച്ചിട്ട് പതിയെ നിങ്ങളെ ബോഡി റിലാക്സ് ചെയ്യിക്കാം. ബോഡി ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിൽ വെച്ചുകൊണ്ട് പതിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യാം, ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. ശ്വാസത്തെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ട്രൈ ചെയ്യണ്ട. ദീർഘശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടോ ശ്വാസത്തിലേക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള റിതത്തിൽ, നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ദൈവം ഏറ്റവും ഭംഗിയിലാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ആ ഭംഗി ആസ്വദിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ നിങ്ങൾ ആ ശ്വാസത്തിനൊന്ന് വാച്ച് ചെയ്യുക, ഒന്ന് ഒബ്സേർവ് ചെയ്യുക. എങ്ങനെയാണോ നിങ്ങൾക്കുള്ളിൽ ശ്വാസം ഉള്ളിലേക്ക് കയറുന്നതും പുറത്തേക്ക് വരുന്നതും ആ രീതിയിലൊന്ന് എന്ത് ചെയ്യുക, ആ ശ്വാസത്തിനൊന്ന് അറിയുക, ഒന്ന് അനുഭവിക്കുക. വെരി ഗുഡ്. ഫോക്കസ് പതിയെ ശ്വാസത്തിലേക്ക് മാത്രം ചെയ്യാം. മറ്റുള്ളതിൽ നിന്നെല്ലാം മാറിയിട്ട് ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. ഫോക്കസ് ഒന്നിലേക്ക് മാത്രമായിക്കൊണ്ട് നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് മനസ്സ് തെന്നിപ്പോകുന്നുണ്ടെങ്കിൽ, മനസ്സ് മറ്റേതെങ്കിലും ചിന്തകളിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ ഫോക്കസ് പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അവയർനെസ് തിരിച്ച് നമ്മളെ ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്ന സമയത്ത്
വീണാൽ വീണ്ടും എണീറ്റ് നടക്കും അല്ലേ? അതുപോലെ നിങ്ങളെ ശ്വാസം എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങളെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തിരിച്ചതിലേക്ക് തന്നെ കൊണ്ടുവരാം. ആ ഫോക്കസ് നിങ്ങളെ ശ്വാസം നിങ്ങളെ മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറുന്നതും, അതുപോലെ തന്നെ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് പോകുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒരു ചെറിയൊരു കൂൾഡ് ആയിട്ടുള്ള ഒരു എയർ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നതും വാം ആയിട്ടുള്ള ഒരു എയർ നിങ്ങളെ പുറത്തേക്ക് വരുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ജസ്റ്റ് ഒരു ഒബ്സർവർ മാത്രമാവാം, നിങ്ങളെ ബ്രീത്തിൻ്റെ ഒരു ഒബ്സർവർ മാത്രമാവാം. വീണ്ടും എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫോക്കസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും മനസ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട. പതിയെ നമ്മളെ ബ്രീത്തിലേക്ക് തന്നെ തിരിച്ച് ആ ഒരു ഒബ്സർവേഷൻ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രം മതി കേട്ടോ. ബ്രീത്ത് ഒന്ന് നോട്ടീസ് ചെയ്തിട്ട് ജനറലി ആ ഒരു ബ്രീത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ മതി. വെരി ഗുഡ്. ആൻഡ് സ്ലോലി നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്തും ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്തും നിങ്ങളെ ചെസ്റ്റിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, അതൊന്ന് ഒബ്സർവ് ചെയ്യാം നിങ്ങൾക്ക്. നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മളെ ചെസ്റ്റ്, നമ്മളെ ഹൃദയത്തിന്റെ ഭാഗം, ശ്വാസകോശം വികസിക്കുന്നതും അതുപോലെ തന്നെ അത് ചുരുങ്ങുന്നതും ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇറ്റ്സ് റിയൽ. നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് അത് വികസിക്കുന്നുണ്ട്, ശ്വാസം നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ചുരുങ്ങുന്നുണ്ട്. ആ ഒരു ബോഡി മൂവ്മെന്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇറ്റ്സ് എ റിതം. ആ ഒരു റിതം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ ഓരോ തവണ ശ്വാസം എടുക്കുന്ന സമയത്തും കൂടുതൽ കൂടുതൽ ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് ബോഡി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുക കേട്ടോ ബോഡി. നിങ്ങളെ ആ, കാൽ മുതൽ തലയുടെ മുകൾ ഭാഗം വരെ, നിങ്ങളെ ഷോൾഡേഴ്സും ഫേസിലെ മസിൽസും കാലിലെ മസിൽസും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാം. ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളെ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതും ആ എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുള്ളിലേക്ക് നിങ്ങൾ കാംനെസ് നിറക്കുന്നതും കാണും. ശ്വാസം എടുക്കുന്നതിലൂടെ നിങ്ങളുള്ളിലേക്ക് ആ ശ്വാസം വഴി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന കാംനെസ് നിങ്ങൾക്കുള്ളിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എടുക്കാം. യു ക്യാൻ ഫീൽ ഇറ്റ്.
ഞാൻ എക്സേൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ളിൽ കെട്ടിക്കിടക്കുന്ന സ്ട്രെസ്, ആങ്സൈറ്റി, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യാം. വെരി ഗുഡ്. റിപ്പീറ്റ് ഇറ്റ്. നിങ്ങൾ ഓരോ തവണ ശ്വാസം എടുക്കുന്ന സമയത്തും നിങ്ങൾക്കുള്ളിലേക്ക് ആ ഒരു കാംനെസ്, സമാധാനം, നിങ്ങൾ ഇൻഹേൽ ചെയ്യുന്നതും ഉള്ളിലേക്ക് എടുക്കുന്നതും, അതുപോലെ തന്നെ നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത്, എക്സേൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളും പേടികളും സ്ട്രെസ്സും ആങ്സൈറ്റി, അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുന്നതായിട്ട്, പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതായിട്ടും കാണാം. അത് നിങ്ങൾ ആ ഒരു ചെസ്റ്റിന്റെ മൂവ്മെന്റുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കാംനെസ് നിങ്ങൾക്കുള്ളിൽ നിറയുന്ന സമയത്ത് നിങ്ങളെ ചെസ്റ്റ് വികസിക്കുന്നതും അനാവശ്യമായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും നിങ്ങൾക്കുള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ ചെസ്റ്റ് ചുരുങ്ങുന്നതും നിങ്ങൾക്ക് കാണാം. വെരി ഗുഡ്. ഒരു 3 തവണ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. വെരി ഗുഡ്. വൺ മോർ ടൈം. ലാസ്റ്റ് ടൈം ഒന്നുകൂടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാംനെസ് ഉള്ളിലേക്ക് എക്സേൽ ചെയ്യാം, ഇൻഹേൽ ചെയ്യാം. നിങ്ങൾക്കുള്ളിൽ അനാവശ്യമായിട്ടുള്ള എല്ലാ ചിന്തകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം. വെരി ഗുഡ്. ഇവിടെ നമ്മൾ ശ്വാസത്തിൻ്റെ ഒരു ആങ്കറായിട്ട് മാറ്റിയിരിക്കുകയാണ്. വെരി ഗുഡ്. ഞാൻ സ്ലോലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവയർനെസ് പതിയെ ഈ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുവരാം. നിങ്ങളിപ്പം ഇരിക്കുന്ന സ്ഥലത്ത് ആ ഒരു ടച്ച്, ആ ഒരു ഗ്രൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഞാൻ സ്ലോലി എന്ത് ചെയ്യാം, പതിയെ നിങ്ങൾക്ക് ഇന്നത്തെ മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചു വരാവുന്നതാണ്. വെരി ഗുഡ്. അപ്പം നമ്മളെ ഫസ്റ്റ് ഡേയിലുള്ള മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഏറ്റവും ബേസിക് ലെവലിലുള്ള ഒരു മെഡിറ്റേഷൻ ആണ്. നമ്മൾ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു അല്പസമയം ഇരിക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബ്രീത്തിൽ അവെയർ ആവുക എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബ്രീത്ത്. നമ്മൾ ജനിച്ച സമയം മുതലേ നമ്മളെ കൂടെ ഉള്ളതാണ് എന്ത്, ബ്രീത്ത്. ബട്ട് പലപ്പോഴും മറ്റുള്ള ഒരുപാട് തിരക്കുകളിലാവുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഒക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. ബട്ട് ഇതിലൊരു ഏറ്റവും രസകരമായിട്ടുള്ളൊരു പാട്ട്, അല്ലെങ്കിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പാട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബ്രീത്ത് കാമായിരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡും കാമായിരിക്കും എന്നുള്ളതാണ്. നമ്മളെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സമയത്ത് നമ്മളെ ബ്രീത്തും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആങ്സൈറ്റിയിലാണെങ്കിൽ എൻ്റെ ബ്രീത്തും അതിനനുസരിച്ച് താളം മാറുന്നുണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പ്രശ്നത്തിലൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ബ്രീത്തും അതിനനുസരിച്ച് എന്തുണ്ടാവും, താളത്തിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മളെ മൈൻഡ് ഡിസ്റ്റർബ് ആവുമ്പം നമ്മളെ ബ്രീത്ത് എന്താവുന്നുണ്ട്, ഡിസ്റ്റർബ് ആവുന്നുണ്ട്. നമ്മളെ ബ്രീത്ത് കാമാവുന്ന സമയത്ത് നമ്മളെ മൈൻഡും കാമാവുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു ആങ്കർ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് നമ്മൾ ഇന്ന് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ ബ്രീത്തിൽ കാംനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇനി ഇന്നത്തെ ഡേ ഒക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട്
നിങ്ങൾക്കൊരു അവയർനെസ്, അതായത് നിങ്ങൾ ബാക്കിയുള്ളതിലൊക്കെ ചിന്തകളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നിങ്ങളെ ബ്രീത്തിലൊന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ആ ഒരു മെഡിറ്റേഷൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉള്ളിൽ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ബ്രീത്ത് അവയർനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മളെ ഫോക്കസ് ഇമ്പ്രൂവ് ആവാനും അതുപോലെ തന്നെ ഇന്നർ പീസ് കൂടാനും നമ്മളെ ഹെൽത്തിനെ ഒരുപാട് ഇത് സപ്പോർട്ട് ചെയ്യാനും നമ്മളെ റിലേഷൻഷിപ്പൊക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളെ മൈൻഡ് ഒന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫോക്കസ് എന്ത് ചെയ്യും, കൂടും. അതുപോലെ തന്നെ ഇന്നർ പീസ് എന്നുള്ളത് നമ്മൾ ഈ ഒരു മൊമെന്റിലോട്ട് തിരിച്ചു വരികയാണ്. മറ്റുള്ള ഇനി ഫ്യൂച്ചറിനെ പറ്റി പേടി അല്ലെങ്കിൽ പാസ്റ്റിനെ പറ്റി റിഗ്രറ്റ്, ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് ഈ ഒരു മൊമെന്റിലേക്ക് വരുമ്പോൾ നമ്മളെ പീസ് കൂടാനും അതുപോലെ തന്നെ സ്ട്രെസ്സ്, ആങ്സൈറ്റി ഇതെല്ലാം നമ്മളെ ബോഡിയിൽ ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബോഡിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സ്ട്രെസ് എല്ലാം ഒഴിവാക്കി ഒരു കാംനെസ് നമുക്കുള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഈ ഒരു കാംനെസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മളെ റിലേഷൻഷിപ്പിലും നമുക്ക് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം നമ്മൾ എത്രത്തോളം കാമാണോ അത്രത്തോളം നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കുറച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. നമ്മളെ ലൈഫിൽ മറ്റുള്ള ആളുകളായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവരോട് ചാടി കയർത്ത് സംസാരിക്കുന്നതിനൊക്കെ പകരം നമ്മളതിൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പതിയെ തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളെ വീട്ടിലാവട്ടെ, ഒരു ട്രാഫിക്കിലാവട്ടെ, ഓഫീസിലാവട്ടെ, ഏതൊരു മൊമെന്റിലാണെങ്കിലും ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മളെ ബ്രീത്തിൽ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് കോൺഷ്യസ് ആയിട്ട് ഒരു ബ്രീത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമ്മൾ ഈ ഒരു അവയർനെസ്സിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ആ ഒരു മെഡിറ്റേഷനും അതുപോലെ തന്നെ മെഡിറ്റേഷൻ്റെ ജസ്റ്റ് ഒരു ഗ്ലിംസസും ഷെയർ ചെയ്യാറുള്ളത്. അപ്പം ഇന്നത്തെ ഡേ നിങ്ങൾ നല്ലൊരു ബ്രീത്ത് ഒബ്സർവർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ബ്രീത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേ ഒന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്നിട്ട് അതിൻ്റെ എന്താണ് നിങ്ങളെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളെ അറിയിക്കാം എന്നുള്ളതാണ്. അപ്പം ഇന്നുണ്ടായിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യണം, നാളെയും നമ്മളെ മെഡിറ്റേഷൻ സെഷനിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഫ്രീ ആവുന്ന സമയത്ത് പലരും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്, ആദ്യമൊക്കെ വരും പിന്നെ ഇങ്ങനെ പതിയെ പോകുന്നത് കാണാറുണ്ട്. അപ്പം ഇതിൽ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പതിയെ നമ്മൾ ആ ഒരു 100 ഡേയ്സ് ജേണിയാണ് പ്ലാൻ ചെയ്യുന്നത്. 100 ഡേയ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ഷിഫ്റ്റ് നമ്മളെ ചിന്തയിലും നമ്മളെ ലൈഫിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇനി നിങ്ങളിത് യൂട്യൂബിലാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ നമ്മളെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ലൈവ് ആയിട്ടുള്ള ലിങ്കും അതുപോലെ തന്നെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഹോപ്പ് യു ആർ ഗെറ്റ് ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത് വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ കൃത്യം ഇതേ ടൈമിന് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.